Hey guys, Arjun here. Guys, please don't do like this. Please. നമ്മുടെ കേരളത്തിൽ വയനാട് ഇത്രയും വലിയ രീതിയിൽ പ്രശ്നം നടന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അഡ്വഞ്ചർ ടൂറിസം എന്നും പറഞ്ഞിട്ട് പല ആൾക്കാരും അങ്ങോട്ട് പോകുന്നുണ്ട്. അവരൊക്കെ പോകുന്നതിൻ്റെ എന്താ പറയുക ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്നുമല്ല, അവർക്ക് അവിടെ ചെന്നില്ല വീഡിയോ എടുക്കുക, അതല്ല യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് വലിയ ആളുകളാവുക. ന്യൂസുകാർ പോകുന്നുണ്ട്, ന്യൂസുകാരില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം അറിയുന്നില്ല. അത് നിങ്ങൾ ആലോചിക്കാം. ന്യൂസുകാർ പോകുന്നുണ്ട്, അതവരുടെ ജോലിയുടെ ഭാഗമാണ്. നിങ്ങൾ ഈ അഡ്വഞ്ചർ ടൂറിസം അതേ കണക്ക് ഒരാവശ്യമില്ലാതെ അവിടെ ചെന്ന് ചുമ്മാ അവിടെ പോകുന്ന പോലീസുകാരെ, ജോലി എടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലീസുകാരെ, അതേ കണക്ക് പല ആൾക്കാരെ നിങ്ങൾ ഈ ഫോണും പിടിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഗോപ്രോയോ ക്യാമറയൊക്കെ പിടിച്ച് നിങ്ങൾ അവിടെ ചെന്ന് വീഡിയോ എടുക്കുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ചിലപ്പോൾ ഒരിറ്റി ജീവനായിരിക്കും മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന അവരെ ആണ് നിങ്ങൾ ഇക്കണക്കിനുള്ള ബുദ്ധിമുട്ടാക്കുന്നതെന്ന് വിചാരിച്ചോ? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ടൈം നിങ്ങൾ അവിടെ ചെന്ന് നിന്ന് നിങ്ങളെ ഓട്ടിക്കാൻ അവർ ശ്രമിക്കുമോ, അതോ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കുമോ? നിങ്ങൾ അതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാതെ ചുമ്മാ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരാവശ്യമില്ലാതെ അവിടെ ചെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് വീഡിയോ എടുക്കേ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെ വേണം പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഇക്കണക്കിന് ഒരാളെ ദ്രോഹിച്ചു കൊണ്ടൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യരുത് പ്ലീസ്. നിങ്ങൾക്ക് ചിലപ്പോൾ റീച്ച് കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കിട്ടുമായിരിക്കും, പക്ഷേ അവിടെ തടസ്സപ്പെടുന്നത് അവരുടെ ജോലിയാണ്. ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അർജൻറ്റായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതേപോലെ അവിടുത്തെ കളക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതേ കണക്കിന് ആരെങ്കിലും ആവശ്യമില്ലാതെ മീൻസ് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം, ശരി തന്നെയാണ്. 1-2 കുടുംബങ്ങളല്ല, 400ഓളം കുടുംബങ്ങളാണ് മണ്ണിനടി പെട്ടുപോയത്. അതിൽ ഇന്ന് ഈ സമയം വരെയും പല ആൾക്കാരെ കണ്ടെത്തിയിട്ടുമില്ല തിരിച്ച്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ബുദ്ധിമുട്ടേറിയ എന്താ പറയുക വലിയ രീതിക്ക് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതിനിടയ്ക്കാണ് നിങ്ങൾ പോയിട്ട് ഇക്കണക്കിനുള്ള ഓവറായിട്ടുള്ള ബുദ്ധിമുട്ട് ആ പോലീസുകാർക്കും അവിടെയുള്ള നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും വേണ്ടി നിങ്ങൾ പണിയാക്കുന്നത്. സോ പ്ലീസ് ഡോണ്ട് ഡു ലൈക്ക് ദിസ് ഗൈസ്, പ്ലീസ്. അതേപോലെ ഇനി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്തിനെങ്കിലും നിങ്ങൾക്ക് അത്രയും ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ ബുദ്ധിമുട്ടിപ്പെട്ട എന്താ പറയുക ക്യാമ്പിൽ കിടക്കുന്നവർക്ക് ഫുഡ്, വെള്ളം, അതേ കണക്ക് ഡ്രസ്സ്, ഇതെല്ലാം കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ നമ്പേഴ്സാണ് ഇതെല്ലാം. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ചെന്ന് അതിൻ്റെ വീഡിയോസ് എടുത്ത് സ്വന്തം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക, അതേ കണക്കിന് എന്താ പറയുക നിങ്ങൾ പോവും, ശരിയാ. അവിടെ ചെന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാവശ്യമില്ലാതെ വീഡിയോ എടുക്കുക, അത് ഇത് ചെയ്യാന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കാണും. ഇതേ കണക്കിന് ചിലപ്പോൾ നിങ്ങൾ പോയി ചെന്ന് കയറി കൊടുക്കുന്ന സമയമായിരിക്കും മുകളിൽ നിന്ന് വല്ല ഇടിഞ്ഞു പൊട്ടി വീഴുന്നത്. നിങ്ങളുടെ വീട്ടുകാർക്ക് ആരും ഇല്ലാണ്ടാവും. ജസ്റ്റ് അതൊന്ന് തിങ്ക് ചെയ്യുക. മണ്ണിനടി കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ്, മലയാളികളാണ്. അതൊന്ന് ആലോചിക്കുക. അവരെല്ലാം തിരിച്ചു കൊണ്ടുവരേണ്ടത് നമുക്ക് തന്നെയാണ്. അവർ സ്വന്തം എന്താ പറയുക സ്വന്തം ശരീരം വിട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ അമ്മമാർ, നമ്മുടെ കൂടപ്പറപ്പുകളാണ് ആ മണ്ണിനടി പെട്ടുപോയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക നിങ്ങൾ. അതിനിടയ്ക്ക് ഇമ്മാതിരി പരിപാടിയായിട്ട് ആ സ്ഥലത്തോട്ടൊന്നും ചെന്ന് കയറി കൊടുക്കരുത് പ്ലീസ്. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനത്തെ 2-3 പോസ്റ്റ് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതിൽ പ്ലീസ് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ 5 പേരായിക്കോട്ടെ 10 പേരായിക്കോട്ടെ, പ്ലീസ് ഡോണ്ട് ഗോ ആൻഡ് ഡോണ്ട് ഡു ലൈക്ക് ദിസ് ഗൈസ്, പ്ലീസ്.